ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ഫ്രൂട്ട് സാലഡ് നോക്കിയാലോ. നമ്മുടെ കയ്യിലുള്ള പരിമിതമായ ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളു കുളിർപ്പിക്കുന്ന ചൂട് സമയത്ത് മഴയത്തും കഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല, ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈസി റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് അടിയിൽ പിടിക്കാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാത്രത്തിനടിയിൽ കരിഞ്ഞ് പിടിച്ചിട്ട് വല്ലാത്തൊരു ചുവ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ നമ്മുടെ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് തണുത്ത നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ കൊണ്ട് തന്നെ നന്നായിട്ട് കലക്കിയെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ. പാൽ ചേർക്കുമ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. എന്നിട്ട് കൈയിളക്കാണ്ട് കുറുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ പാലിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് കട്ടയായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയിളക്കാതെ നല്ലൊരു പണിയാണത്. ബാക്കിയെല്ലാം സിമ്പിളാണെങ്കിലും ഈ ഒരു ഐറ്റം ഇച്ചിരി പാടാണ്, ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് അതുള്ളവർ അത് വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുക്കുന്നവർ ഇതുപോലെ മധുരം ഒഴിവാക്കാം, പഞ്ചസാര ഒഴിവാക്കാം. ഇനി നമുക്കതൊന്ന് തണുപ്പിച്ച് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തിട്ട് അതൊന്ന് തണുത്ത് വരുന്ന കൺസിസ്റ്റൻസിയിൽ ഇച്ചിരി കട്ടിയാവും കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഡേറ്റ്സ്, അതുപോലെ മാതളം, പിന്നെ കുറച്ച് പീനട്ട്, പിന്നെ ചിയ സീഡാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. തികച്ചും ഓപ്ഷണലാണ്. എൻ്റെ ഒരു സംതൃപ്തി സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചേർത്താണ് ചിയ സീഡ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. തണുപ്പിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഫ്രീസറിൽ വെച്ച് വേണമെങ്കിൽ പെട്ടെന്ന് തണുപ്പിച്ച് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ കട്ടിയായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ അത്രയ്ക്കും കൂടി തണുപ്പിച്ചിട്ടില്ല, കാരണം കുട്ടികൾക്കൊക്കെ ഈ ഒരു കാലാവസ്ഥയിൽ തണുപ്പിച്ച് കൊടുക്കുന്നത്ര നല്ല കണ്ടീഷനല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തണുപ്പിച്ചിട്ടില്ല. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി. കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി നമ്മുടെ ചാനലുണ്ടാവണം കേട്ടോ.